കൊച്ചി തീരത്തെ കപ്പലപകടത്തിൽ കപ്പൽ കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം. അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ചയെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ. MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചു. ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കി. കേരള തീരത്തെ ഇതിനകം ബാധിച്ചെന്നും കേന്ദ്രം. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡു, ഇവിടെ കേരളത്തിന്റെ നടപടികൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഒന്നുമായിട്ടില്ല. അപ്പോൾ കേന്ദ്രം ഇടപെടുകയാണ്, അന്ത്യശാസനം നൽകുകയാണ്. അവശിഷ്ടങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം, അതിൽ ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കമ്പനിയെ ഓർമ്മപ്പെടുത്തുന്നു. പറയൂ. തീർച്ചയായിട്ടും കൃഷ്ണരാജ, MSC കമ്പനിക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കൈമാറിയ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ ജനം TVക്ക് ലഭിച്ചിട്ടുള്ളത്. ആ കത്തിന്റെ പകർപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യൻ തീരത്തെയും സമുദ്രാവാസ വ്യവസ്ഥയും കടുത്ത ആഘാതത്തിലാക്കിക്കൊണ്ടാണ് MSCയുടെ എലിസ കപ്പൽ മുങ്ങിയത്. അതിനുശേഷം കേരള തീരത്തെ ഇതിനോടകം ഈ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കേരള തീരത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചെന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കണ്ടെത്തിയിട്ടുള്ളത്. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. എണ്ണ ചോർച്ച നീക്കുന്നത് ഇനിയും പരിഹരിക്കാൻ MSC ആയിട്ടില്ല. 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി ആരംഭിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. വിവിധ ആക്ടുകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നാണ് കത്തിന്റെ പ്രധാന ഉള്ളടക്കം. അടിയന്തര നടപടിയില്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ MSCക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന സർക്കാരിന് ഈ MSC കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് അവരുടെ നയം അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്താണെന്ന് പുറത്തു വരുന്നത്. കേസില്ല, നഷ്ടപരിഹാരം മാത്രം മതി എന്നായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതെങ്കിൽ കേന്ദ്ര സർക്കാർ അതിലൊരു കടുത്ത തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത് കൈമാറിയിട്ടുള്ളത്. ഈ കപ്പൽ മുങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും കപ്പലിലെ എണ്ണ ചോർച്ച പരിഹരിക്കാനോ അല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിലേക്ക് തള്ളപ്പെട്ട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനോ സാധിച്ചിട്ടില്ല. കാരണം അതിനകത്ത് പ്ലാസ്റ്റിക് പോലുള്ള അല്ലെങ്കിൽ സമുദ്രത്തിന് ആഘാതം സംഭവിക്കുന്ന രീതിയിലുള്ള ചരക്കുകൾ ഉണ്ടായിരുന്നു, കെമിക്കൽസ് ഉണ്ടായിരുന്നു, രാസപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഈ ഉൽപ്പന്നങ്ങൾ കടലിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാനോ സമുദ്രതീരത്തെ ഇത്തരം ഗുരുതരമായ അവസ്ഥയിൽ നിന്നും സംരക്ഷിക്കാനോ ഒന്നും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾ ഒഴുകിക്കിടക്കുന്നു അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ ഈ വെള്ളത്തിൽ ഒഴുകുന്നു എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇരുമ്പ് എന്ന് പറയുന്നത്, ഇരുമ്പ് കടലിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കടലിലെ ഇരുമ്പിനെ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇരുമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് എണ്ണയും രാസപദാർത്ഥങ്ങളും രാസവസ്തുക്കളും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കും ഒക്കെയാണ്. ഇവ നീക്കം ചെയ്യുന്നതിലാണ് MSCക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുള്ളതായിട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കണ്ടെത്തിയത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തം. കേരള അതിർത്തി അല്ലെങ്കിൽ കേരളത്തിനോട് തീർന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇത്തരത്തിൽ 2 തവണയാണ് ഒരു കപ്പലപകടം ഉണ്ടായത്. രണ്ടാമത്തെ തവണ ഉണ്ടായതെന്ന് പറയുന്നത് ഒരു തീപിടുത്തമാണ്. അതിൽ വൺ ഹൈ ലൈൻസ് ഷിപ്പിംഗ് കമ്പനിക്കും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ തന്നെ തീരത്ത് എത്തിക്കണം. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടി എടുക്കുമെന്നും ഷിപ്പിംഗ് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഷിപ്പിംഗ് കമ്പനി ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ സംഭവത്തിൽ വരുത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനങ്ങൾ ഈ വൺ ഹൈ കപ്പലിൽ ഇല്ലായിരുന്നു എന്നൊരു കണ്ടെത്തലുമുണ്ട്. നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ കൃത്യമായ സംവിധാനങ്ങളൊന്നും ഉറപ്പിക്കാതെയാണ് ഈ കപ്പലുകൾ നമ്മുടെ കപ്പൽച്ചാലുകൾ വഴി സഞ്ചരിക്കുന്നത്. അതിൽ 2 അപകടങ്ങൾ സംഭവിച്ചപ്പോഴും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അടിയന്തരമായിട്ട് ഇത് നീക്കം ചെയ്തില്ല എങ്കിൽ, നടപടിക്രമങ്ങൾ ആരംഭിച്ചില്ല എങ്കിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകുമെന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം MSCക്ക് കത്തിലൂടെ നൽകിയത്. ആ കത്തിന്റെ പകർപ്പാണ് ജനം TVക്ക് ലഭിച്ചത്. കൃഷ്ണരാജ്. ശരി, ഉടൻ അവശിഷ്ടങ്ങൾ മാറ്റണമെന്ന് കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ കപ്പലിന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്.